സുധേ, ഇങ്ങ് വരൂ. എന്താണ് സർ? ഇതൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. ശരി സർ. സാറിനെ കാണാൻ രമ എന്നൊരു സ്ത്രീ വന്നിരിക്കുന്നു. വരാൻ പറയൂ. സുധ പോയി ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. യെസ് സർ. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്താണിത്? ഇത് തിരിച്ചു വാങ്ങണം. അദ്ദേഹത്തിന് ആരുടെയും സഹായം സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. ഇത് തിരിച്ചു തരാൻ ജയൻ പറഞ്ഞു. കൊള്ളാം. തെറ്റിദ്ധരിക്കരുത്. ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കൊള്ളാം. ഇപ്പൊ ആവശ്യമില്ലേ? ഇല്ല. May I come in, sir? വരൂ സുധേ. എന്താ പതിവില്ലാത്ത ഫോർമാലിറ്റി? അനുവാദം ചോദിച്ചു വേണോ അകത്ത് വരാൻ? ചിലപ്പോൾ. എന്താ സുധയുടെ മുഖം പാടിയിരിക്കുന്നത്? ഒന്നുമില്ല സർ. ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തു. പറയൂ സുധേ, എന്താ മനസ്സുള്ള തുറന്നു പറയൂ. ഇതുവരെ എന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ അങ്ങനെ തോന്നാൻ? ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു. രമയെ പറ്റിയാണോ സൂചന? എങ്കിൽ സുധയ്ക്ക് തെറ്റി. രമ ആരാണെന്നറിയാമോ? അറിയാം. കാലില്ലാത്ത ഒരു പാട്ടുകാരന്റെ ഭാര്യ. മുഴുവനും ഞാൻ തന്നെ പറയണോ? പറയൂ. ഇപ്പോൾ സാറിന്റെ കാമുകി. അല്ല. പിന്നെ? അവളാണ് എന്റെ ഭാര്യ. രമ അവളായിരുന്നു എന്റെ ഭാര്യ. പാട്ട് അവളുടെ ജീവനായിരുന്നു. അത് കേട്ടാൽ അവളെല്ലാം മറക്കും. ഇത് ജയദേവന്റെ പാട്ടാണ്. എന്ത് രസമായിരിക്കുന്നു. ജയദേവന്റെ ഈ വർഷത്തെ ഹിറ്റ് ഗാനങ്ങളാണ്. ഈ കാസറ്റിന് വേണ്ടി ഞാൻ എത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയെന്നോ. അതൊക്കെ പിന്നെ കേൾക്കാം. ഓൺ അറ്റ് എ ടൈം. ആദ്യം കാപ്പി. ആ ചേട്ടാ, ഒരു കാര്യം മറന്നുപോയി. നാളെ ടൗൺ ഹാളിൽ ജയദേവന്റെ ഗാനമേളയുണ്ട്. നമുക്ക് പോകണം. എന്താ? പിന്നെ ജയദേവൻ ചേട്ടന്റെ പരിചയക്കാരനല്ലേ? നാളെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. അവനിപ്പോ വലിയ ആളാ. ചിലപ്പോ നമ്മളെ മൈൻഡ് ചെയ്തില്ലെന്ന് വരും. അത് വെറുതെ. ചേട്ടനെ കണ്ടാൽ അയാൾ ഓടി വരും. ഓ, എന്നാ ശരി. ഏറ്റു. സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. ഹലോ. ആ, ഇതാണ് എന്റെ ഭാര്യ രമ. ജയദേവന്റെ ഒരു ആരാധിയും കൂടിയാണ്. ചേട്ടൻ വിചാരിച്ചു ചേട്ടനെ ഓർമ്മയുണ്ടാവില്ലെന്ന്. കൊള്ളാം. ഗോപിയേട്ടനെ മറക്കാൻ പറ്റുമോ? കോളേജിൽ സീനിയർ ക്ലാസ്സിലായിരുന്നു. കവി, ബുദ്ധിജീവി, എഴുത്തുകാരൻ. പിന്നെ ഞങ്ങൾ പയ്യന്മാരുടെയൊക്കെ ഗുരുവും. എന്തായാലും തന്റെ പാട്ടിനുള്ള മഹത്വം എന്റെ കവിതയ്ക്കില്ല. അത് ഞാൻ നേരത്തെ നിർത്തിയത് എന്റെ ഭാഗ്യം. അയ്യോ, അത് വേണ്ടായിരുന്നു. നല്ലൊരു കവി നമുക്ക് നഷ്ടപ്പെടുകയാണ്. മിസ്റ്റർ ജയദേവന്റെ പാട്ടും ഞാൻ ടേപ്പിലാക്കിയിട്ടുണ്ട്. എത്ര മനോഹരം. ദുബായിൽ നടത്തിയ കച്ചേരിയുടെ കാസറ്റ് എന്റെ കൂട്ടുകാരി എനിക്ക് അയച്ചു തന്നു. എന്ത് രസമുള്ള പാട്ടുകൾ. താങ്ക് യു. ആ ജയൻ, നാളെ ഊണ് ഞങ്ങളുടെ വീട്ടിലാകാം. എന്താ? വരാം. ഗോപിയേട്ടൻ വിളിച്ച വരാതിരിക്കാൻ പറ്റൂ? പിന്നെ ഭാര്യയ്ക്ക് എന്റെ പാട്ട് ഇഷ്ടമായതുകൊണ്ട് നല്ല ഊണ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ആ പാട്ട് അസലായിട്ടുണ്ട്. ചിക്കൻ കറി ഉഗ്രൻ. അയ്യോ മനോജ്, പ്ലീസ്. ഉഗ്രനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെയല്ല. എത്ര രുചിയുള്ള ആഹാരമായാലും ശരി, ഞങ്ങൾ പാട്ടുകാരധികം ഭക്ഷണം കഴിച്ചു വയറ് വണ്ണം വയ്ക്കും. അപ്പൊ ശ്വാസം മുട്ടും, പിന്നെ പാടാൻ വയ്യാതെ. എന്നാലും എടുത്തേക്കാം. അത് വേണ്ട, അവിടെ ഇരുന്നോട്ടെ. വയറ് വണ്ണം വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് മുഴുവൻ ഞാൻ കഴിക്കും. എന്തുകൊണ്ടാണെന്നോ? ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര രുചിയുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ പയ്യൻ വെക്കുന്ന ചാപ്പാട്. എങ്കിൽ ഒരു വിവാഹം കഴിച്ചുകൂടെ? എന്താണോ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. വരട്ടെ, ആലോചിക്കാം.
ആട്ടെ, നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? 10-12 ദിവസം കാണും. ആ ദിവസങ്ങളിൽ നിനക്ക് ഇവിടെ ഒന്ന് കഴിച്ചൂടെ? എപ്പോഴും പറ്റിയെന്ന് വരില്ല. 10-12 പടത്തിന്റെ റെക്കോർഡിംഗ് തന്നെയുണ്ട്. പിന്നെ 4-5 ഗാനമേള. അതിനിടയിൽ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരാം. അപ്പൊ ഊണിലെന്ന് പറഞ്ഞു കളരുത് കേട്ടോ. ഈ റെക്കോർഡിംഗ് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെ വെച്ചായിരിക്കും റെക്കോർഡിംഗ്? തിരുവനന്തപുരത്ത് ആകെ 2 റെക്കോർഡിംഗ് തിയേറ്ററിലേ ഉള്ളൂ. ചിത്രാഞ്ജലിയും തരങ്ങണി. അതിലേതെങ്കിലും ഒന്നിൽ വെച്ചായിരിക്കും. സൗകര്യം ഉള്ളപ്പോ പറഞ്ഞാൽ മതി. അപ്പൊ കാണാം. മതിയാക്കിയോ? എന്റെ പ്ലേറ്റ് നോക്കിയേ, ക്ലീൻ ക്ലീൻ. സത്യം പറയട്ടെ, പണ്ട് കുടുംബത്തിലുണ്ടായിരുന്നൊരു പ്രതീതി. ആകെ ഒരു സന്തോഷം. ബൈ ദ ബൈ, അന്ന് റെക്കോർഡിംഗ് കാണാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, നാളെ തരങ്ങണിൽ റെക്കോർഡിംഗ് ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ഗോപിയേട്ടനെ കൂട്ടി വരൂ. തീർച്ചയായും വരും. റെക്കോർഡിംഗ് കാണണമെന്നുള്ളത് എന്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ്. അതിനെന്താ, ആ ആഗ്രഹം നാളെ തീർത്തു.